യൂണിറ്റ് 3-ൽ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ ഞാൻ ഓൾറെഡി ആൻസേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കൂ പോയിന്റ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, രണ്ടാമത്തെ പോയിന്റ് ഗവൺമെന്റ് കമ്പനി, 3 പബ്ലിക് ഓപ്പറേഷൻ, 4 പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസ്. ഇതിൽ ഗവൺമെന്റ് കമ്പനി ഏതാണ്? ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇന്ത്യൻ റെയിൽവേ. അതേപോലെ പ്രൈവറ്റ് സെക്ടർ ഏതാണെന്നുള്ളത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ് ടാറ്റ ടീ കമ്പനി. പബ്ലിക് കോർപ്പറേഷൻ ആണ് HMT എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. The economic soundness of a nation is judged by the prevalence of the public sector. Write the rationale of public sector in the light of new economic crisis. ചോദിച്ചിരിക്കുന്നത് പബ്ലിക് സെക്ടറിനെ പറ്റിയിട്ടാണ്. സോ എക്കണോമിക് സൗണ്ട്നെസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സൗണ്ട്നെസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് സാമ്പത്തിക ഭദ്രത എത്രത്തോളം പബ്ലിക് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് അതിന്റെ ഉത്തരം നിങ്ങൾ എഴുതേണ്ടത്? പബ്ലിക് സെക്ടറിന്റെ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആൻസർ ആയിട്ട്. ഫസ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെന്റ് ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ടു ദ കോർ സെക്ടർ വിച്ച് റിക്വയർ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, കോംപ്ലക്സ് ആൻഡ് അപ്ഗ്രേഡ് ടെക്നോളജി. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതാണ് റീജിയണൽ ബാലൻസ്. ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ഓൾ റീജിയൻസ് ആൻഡ് സ്റ്റേറ്റ്സ് ഇൻ എ ബാലൻസ്ഡ് വേ ആൻഡ് റിമൂവിംഗ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. അതായത് ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ടിട്ടായിരിക്കണം ഒരു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ ഒരുമിച്ച് നിർത്തേണ്ടതും അവരെ ബാലൻസ്ഡ് വേ ഓഫ് ലീഡിൽ ഒരു വേർതിരിവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. സോ ദാറ്റ് ഈസ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ്, റീജിയണൽ ബാലൻസ്. നെക്സ്റ്റ് വണ്ണാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. Public sector enterprises are large in size and able to avail the advantages of large-scale operation. Public sector enterprisesന് ഒരു ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു കമ്പനീനെ പോലെ അതിന്റെ അഡ്വാൻറ്റേജസ് എല്ലാം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ചെക്ക് ഓവർ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. പല സ്ഥലത്തും പല ആളുകളും മൊണോപ്പൊളി ആയിട്ട് രൂപപ്പെടുകയും അവിടെ എക്കണോമിക് പവർ കോൺസെൻട്രേറ്റഡ് ആവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് വന്നാൽ അവിടെയൊക്കെ കുത്തക എടുത്ത് മാറ്റി എല്ലാവരിലേക്കും എക്കണോമിക് പവേഴ്സ് എത്തിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ നോക്കൂ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ജനറേറ്റ് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. It is also necessary for the economic progress of the country that industries which can decrease imports and increase exports are only promoted. Public enterprises ensure promotion of such industries. അതായത് നമ്മൾ എക്സ്പോർട്ടുകൾ കയറ്റുമതി കൂടാനും ഇറക്കുമതി കുറയ്ക്കാനുമാണല്ലോ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അതിനെപ്പോഴും ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള പബ്ലിക് കമ്പനികളാണ് എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. We know that multinational companies produce and market goods to suit the world market. Can you name 2 multinational companies? ഏതെങ്കിലും 2 മൾട്ടിനാഷണൽ കമ്പനിയുടെ പേരാണ് ഡയറക്റ്റ്ലി നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മൾട്ടിനാഷണൽ കമ്പനിയുടെ പേര് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കൊക്കക്കോള ആൻഡ് പെപ്സി. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LIC, Life Insurance Corporation of India, is an example of a dash organization.
സോ നിങ്ങൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ മസ്റ്റായിട്ടും അവെയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. നമുക്കറിയാം LIC എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആക്ട് വെച്ചിട്ട് ഫോം ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The newly appointed secretary of a cooperative society happened to meet the chief executive of a public sector enterprises in an orientation program organized by the government. The cooperative society secretary asked him about different forms of public sector enterprises. Mention the possible reply. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു സെക്രട്ടറി ഒരു പബ്ലിക് സെക്ടർ കമ്പനിയുടെ ഓഫീസറിനെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ വെച്ച് കാണുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കോപ്പറേറ്റീവ് സെക്രട്ടറി ഏതൊക്കെയാണ് നിങ്ങളുടെ പലതരത്തിലുള്ള ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. എന്തൊക്കെയായിരുന്നു ഡിഫറെന്റ് ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്? ഒന്ന് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, 2 പബ്ലിക് കോർപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, 3 ഗവൺമെന്റ് കമ്പനി. ഇപ്പോൾ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതുക, 2 മാർക്ക് ആണെങ്കിൽ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, അതല്ല എസ്എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Computec Help Limited is a software company established in India during 2004. They extend their operation to China in 2005 and UK in 2006 by establishing corporate offices in these countries. Which type of company is this? ഇതാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണിത്? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട് അടുത്ത വർഷങ്ങളിലായിട്ട് പല രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ആയി പോകുന്ന ടൈപ്പ് ഓഫ് കമ്പനിയാണ് നമ്മൾ എന്തെന്നാ പറയുന്നത്? മൾട്ടിനാഷണൽ കമ്പനി. അപ്പൊ ഇത് എന്ത് തരത്തിലുള്ള കമ്പനിയാണ്? മൾട്ടിനാഷണൽ കമ്പനി. എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് കമ്പനീസ്. അപ്പൊ നിങ്ങൾ എന്താ എഴുതുക? MNCന്റെ ഫീച്ചേഴ്സ് എഴുതുക. ഇവിടെ ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 1 ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്. മൾട്ടിനാഷണൽ കമ്പനീസ് എപ്പോഴും ഹ്യൂജ് ഫണ്ട് റേസ് ചെയ്ത് പല സോഴ്സസ്, ഷെയർസും ഡിബഞ്ചേഴ്സും ബോർഡ്സും ഒക്കെ ഉപയോഗിച്ച് പല സോഴ്സസ് എടുക്കുന്നവരാണ്. അവർക്ക് പുറത്തുനിന്നും പല ഇന്റർനാഷണൽ ബാങ്കുകളിൽ നിന്നും ഫണ്ട് ബോറോ ചെയ്യാനായിട്ടും സാധിക്കും. സെക്കൻഡ് വൺ ആണ് ഫോറിൻ കൊളാബറേഷൻ. ഗ്ലോബൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസിന് പല എഗ്രിമെന്റിലോട്ട് ഇൻവോൾവ് ആവാനും അതുവഴി പല ടെക്നോളജിയും പ്രൊഡക്ഷനും ബ്രാൻഡ് നെയിമും ഒക്കെ സെല് ചെയ്യാനും ബൈ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇപ്പൊ ലോക്കൽ ഫേംസ് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് അവർക്കും കിട്ടും. തേർഡ് വൺ ആണ് അഡ്വാൻസ്ഡ് ടെക്നോളജി. മൾട്ടിനാഷണൽ കമ്പനീസ് എപ്പോഴും പൊസസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ്. സോ അവർക്ക് കൂടുതൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് പ്രോഡക്റ്റ് ഇന്നോവേഷൻ. മൾട്ടിനാഷണൽ കമ്പനീസ് എപ്പോഴും പുതിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യാനും അതുവഴി പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫീച്ചർ ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി മൾട്ടിനാഷണൽ കമ്പനി എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ളത് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് യു മീൻ ബൈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഇംപ്ലൈസ്. എന്താ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലോ, ഒന്ന് ഓർത്ത് നോക്കിയേ. പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഇക്വിറ്റി ഷെയർസ്, വിറ്റ് കളയുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യാണ് ഷെയർസ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല് ചെയ്യാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് എന്റർപ്രൈസസ് ഇൻടു ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് കമ്പനി. ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ 3 ഫോംസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് തരും. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഇത് ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണെന്നുള്ളത്. ഇവിടെ ഞാൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ is a statutory corporation. Hindustan Machine Tools, that's a government company. Chittaranjan Locomotive Works, that is a departmental organization.
Bharat Heavy Electricals, government company. Unit Trust of India is a statutory corporation. അപ്പോൾ നിങ്ങൾ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ് ആലോചിച്ചിട്ട് വേണം എഴുതാൻ. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിയോ മിനിസ്ട്രിയുടെ അണ്ടറിലോ വരുന്ന ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻസ് ആണ്. അതല്ല ഒരു സെപ്പറേറ്റ് ലോ വെച്ച് ഫോം ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. അപ്പം നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു ഇപ്പം ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആദ്യം എഴുതി വെക്കുക, എന്നിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരങ്ങൾ എടുത്തെഴുതാനായിട്ട് ശീലിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീസെന്റ് the central government decided to sell 9.5% of its shares in NTRC through public offer. Can you mention the government policy referred here? Government അതിന്റെ കുറച്ച് ഷെയർസ് മറ്റൊരു സാധനത്തിന് മറിച്ച് വെക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇതിനെന്താ പറയുന്നത്? ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, സെയിൽ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്നും പറയാം. ഗവൺമെന്റ് ഷെയർസ് പബ്ലിക് സെക്ടർ വിറ്റുകളയുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡു യു വെൽക്കം ദ ഓപ്പണിംഗ് ഓഫ് ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റ് ടു മൾട്ടിനാഷണൽസ് ലൈക്ക് വോൾമാർട്ട്, മക്ഡൊണാൾഡ്സ് എക്സെട്ര? ജസ്റ്റിഫൈ യുവർ ആൻസർ. മൾട്ടിനാഷണൽ കമ്പനീസിനെ ഇന്ത്യയിലേക്ക് നിങ്ങൾ വെൽക്കം ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് നമ്മൾ അവിടെ വെൽക്കം ചെയ്യും എന്ന് പറയുകയും വെൽക്കം ചെയ്യുകയാണെങ്കിൽ അതിന് മെറിറ്റ്സ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. വെൽക്കം ചെയ്യുന്നില്ല, ഡിസഡ്വാൻറ്റേജ് എഴുതുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മെറിറ്റ്സ് വെൽക്കം ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ മെറിറ്റ്സ് ഓഫ് MNC എന്ന് പറഞ്ഞ് എഴുതുന്നതായിരിക്കും. ഒന്ന്, ക്വാളിറ്റി പ്രൊഡക്ട്സ് ലോവസ്റ്റ് പ്രൈസിൽ കൊടുക്കും. രണ്ട്, കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യപ്പെടും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് കാണും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെയധികം കൂടുതലായിരിക്കും. Next question. More than 60% of the paid up capital of a company is held by Government of Kerala. Identify the type of public sector enterprises indicated here. Also give any two limitations of this company. അതായത് 60% കൂടുതൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ കൈവശം വെച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് കേരളയാണ്. അപ്പൊ ഇത് എന്ത് ടൈപ്പിലുള്ള കമ്പനിയാണ്? ഈസി ക്വസ്റ്റ്യൻ അല്ലേ. 51% അതോ അതിൽ കൂടുതലോ കൈവശം വെക്കുകയാണെങ്കിൽ അതിനെ ഗവൺമെന്റ് കമ്പനീസ് എന്ന് നമുക്ക് പറയാം. സോ ഒന്നാമത്തത് ഗവൺമെന്റ് കമ്പനി. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഇറ്റ് അവേർഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ആസ് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ആൻസറബിൾ ടു ദ പാർലമെന്റ്. They are autonomous only in name. Company is operated by the controlling of ministry. That is government company. Next question നോക്കൂ. Even though public sector is considered to be powerful tool of economic development, many of the public enterprises have become a burden to the government by incurring huge losses. Explain the statement. ഈവൻ ദോ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ഹ്യൂജ് ഫാക്ടർ ആണെങ്കിലും ഒരുപാട് സമയത്ത് ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഒരു ബേർഡൻ ആയിട്ട് വരാറുണ്ട്, ലോസുകളൊക്കെ വന്നിട്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളിവിടെ എന്താ എഴുതേണ്ടത്? നിങ്ങളിവിടെ എഴുതേണ്ടത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ് ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിനെ മാനേജ് ചെയ്യുന്ന കമ്പനീസ്, ആ ഗവൺമെന്റ് കമ്പനീസ് ഒക്കെ അവർക്ക് എപ്പോഴും ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു തുറന്ന് കാണിക്കാൻ, ഒരു അക്കൗണ്ടബിലിറ്റി കാണിക്കാനുള്ള ഒരു ഫിയർ ഉണ്ടായിരിക്കും. അതിനുള്ള ഇനീഷ്യേറ്റീവ് അവർക്ക് കുറവായിരിക്കും. രണ്ട്, ലാക്ക് ഓഫ് ബിസിനസ് എക്സ്പീരിയൻസ്. ഇങ്ങനെയുള്ളവർക്ക് ബിസിനസ് ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് വളരെയധികം കുറവാണ്. കൂടുതലും സിവിൽ സർവൻസ് ആണ് ഇവിടുത്തെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും. അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആണ് കൂടുതലും. അവർക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള മാനേജിങ് കാര്യങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തോ ഒന്നും പരിചയം ഉണ്ടാവണമെന്നില്ല. മൂന്ന്, ചേഞ്ച് ഇൻ പോളിസീസ് ആൻഡ് മാനേജ്മെന്റ്. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി കുറവാണ്. അതായത് പെട്ടെന്ന് ഇങ്ങനെ നിയമം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, നമ്മൾ അതിനനുസരിച്ച് മാറണം. അപ്പോൾ അത് നമുക്ക് ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറയും. സോ യു ക്യാൻ മെൻഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിമിറ്റേഷൻസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ഹിയർ ഫോർ ദ ക്വസ്റ്റ്യൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് കേരള ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് registered under the Companies Act 1956, started a paid-up capital of rupees 25 lakh, 40% paid-up capital in the hands of private individuals, balance held in Government of Kerala. Kerala Pharmaceutical Limited belongs to which form of public sector enterprises? നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. 60%-ലധികം ഗവൺമെന്റ് ഓഫ് കേരളയിലാണുള്ളത്. അപ്പോൾ അവർ ഏതാണ്? ഗവൺമെന്റ് കമ്പനിയാണ്. സോ രണ്ട് മെറിറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനിയുടെ മെറിറ്റ്സ് ആണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്ത് പോകേണ്ടത്. ഒന്നാമത്തത്, ഇതിലൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് ഗവൺമെന്റിനെക്കാട്ടിലും. ഫ്ലെക്സിബിലിറ്റിയും ഓട്ടോണമിയും എൻജോയ് ചെയ്യുന്നുണ്ട് ഇവർ എല്ലാ കാര്യത്തിലും, എസ്പെഷ്യലി ഇൻ മാനേജ്മെന്റ് ഡിസിഷൻസ്. ഇങ്ങനെയുള്ള കമ്പനീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു റീസണബിൾ പ്രൈസിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് നോക്കും. ഇതിന് ഗവൺമെന്റ് കമ്പനിയായിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഒരു എന്റർപ്രൈസസ് ആയിട്ട് തന്നെ ഇത് ആക്ട് ചെയ്യും. പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജേഴ്സിനെ വെക്കാനുള്ള സാധ്യതയുണ്ട്, ഇവർക്ക് സാലറി കൊടുത്ത് വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്കസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ആസ് എ ബിസിനസ് വെഞ്ചർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിന്റെ ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത്, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ബിക്കോസ് പോളിസീസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല പെട്ടെന്ന്, അതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിലെ എംപ്ലോയീസിന് ഡയറക്റ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അവരെപ്പോഴും മിനിസ്ട്രി ഓഫ് അവരുടെ കൺസേൺ മിനിസ്ട്രിയുടെ അപ്രൂവൽ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ഡിലേക്ക് ഇത് നീളും. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന്റെ അഡ്വാൻറ്റേജസ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് സാധിക്കത്തില്ല. പല തരത്തിൽ ചുവന്ന നാടയിൽ കുരുങ്ങി പല പല ഓപ്പറേഷൻസും കിടക്കാറുണ്ട്. റെഡ് ടാപ്പിസം ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് മിനിസ്ട്രിയിൽ നടക്കാറുണ്ട്. മിനിസ്ട്രിയുടെ ഇടപെടലുകൾ, പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ നടക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് കസ്റ്റമർ നീഡ്സിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് എപ്പോഴും സാധിക്കാറില്ല. അവർ ഇൻസെൻസിറ്റീവ് ആണ് കസ്റ്റമേഴ്സിന്റെ നീഡ്സിനോടും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഡിക്വേറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും ഇൻസെൻസിറ്റീവ് ആണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Some of the public sector undertakings incur heavy losses, so Government of India becomes closing the same. Meanwhile, the government plans to disinvest the share of some of the other PSU. Expand the term PSU. What do you mean by disinvestment of shares? എന്താ PSU? PSU എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ യൂണിറ്റിനെ കാട്ടിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നാണ് കൂടുതലും പറയാറ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? നമ്മൾ ഓൾറെഡി ഇതിൽ തന്നെ 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനി വിൽക്കുന്ന അതിന്റെ ഷെയർസ് പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്ന പ്രോസസ്സിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ റെയിൽവേസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഓൾറെഡി മാച്ച് ദ ഫോളോവിംഗിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ റെയിൽവേ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗിന്റെ എക്സാമ്പിൾ ആണ് ഇന്ത്യൻ റെയിൽവേ. Next question. In Power Grid Limited, majority of shares are held by Central Government of India. List any 3 features of such companies. Government company ആണ് Power Grid Limited എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി 3 ഫീച്ചേഴ്സ്, ഗവൺമെന്റ് കമ്പനിയുടെ 3 ഫീച്ചേഴ്സ് എഴുതുക. ഒന്ന്, ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 1956. 2, ഇതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ഇതിനെതിരെ നമുക്ക് സ്യൂ ചെയ്യാനും ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്യൂഡ്, നമുക്ക് പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. മാനേജ്മെന്റ് എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് കമ്പനിയുടെ 3 ഈ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എൻഗേജ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് കൊച്ചി മെട്രോ ബൈ ജോയിനിങ് ടുഗദർ വിത്ത് ഗവൺമെന്റ് ഓഫ് കേരള. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സച്ച് വെഞ്ചർ? കൊച്ചി മെട്രോ ഗവൺമെന്റ് ഓഫ് കേരളയായിട്ട് ചേർന്നാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 2 പേര് ചേർന്നു, വിച്ച് മീൻസ് അവരുടെ ടൈപ്പ് ഓഫ് ഫോം ഓഫ് ബിസിനസ് പറഞ്ഞത് ജോയിന്റ് വെഞ്ചർ ആണ്. 2 പേർക്കും കോമൺ ആയിട്ടൊരു ഇൻട്രസ്റ്റ് അതിൽ വരും. അപ്പോൾ എന്തൊക്കെയാണ് 3 അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് വെഞ്ചർ? ജസ്റ്റ് മെൻഷൻ ചെയ്തു പോവുക. ഒന്ന്, ഇൻക്രീസ്ഡ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി. 2 അതിലധികമോ ഫേംസ് ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടും. അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മാർക്കറ്റ് ചാലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, അസസ് ന്യൂ മാർക്കറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്.
ഫോറിൻ കമ്പനി വാസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. പുതിയ മാർക്കറ്റ്, പുതിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്, ലോക്കൽസിൻ്റെയും കൂടെ ഡിസ്ട്രിബ്യൂഷൻസ് നെറ്റ്വർക്ക് കടക്കാനായിട്ട് സാധിക്കും. ദേ ക്യാൻ ഓൾസോ ടേക്ക് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ്, കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിൻ്റെ. നെക്സ്റ്റ് വൺ ആണ് ആക്സസ് ടു ടെക്നോളജി. അതായത് കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി അസസ് ചെയ്യാനും പ്രൊഡക്ഷൻസ് എഫിഷ്യൻസി കൂട്ടാനും അതുവഴി കോസ്റ്റ് കുറയ്ക്കാനും ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, ഫണ്ടിങ് ഫ്രം ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നത് ഏതിനാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിനാണ്. അവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവൻസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ്. രണ്ടാമതാണ് സ്പെഷ്യൽ ആക്ട്. ഈസി അല്ലേ? സ്പെഷ്യൽ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ ഓർക്കണം? സ്പെഷ്യൽ ആക്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്. സ്പെഷ്യൽ ആക്ട് മീൻസ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്. അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഓട്ടോണമസ് ഓർഗനൈസേഷൻസ് ആണ്. തേർഡ് വൺ ആണ് സെൻട്രലൈസ്ഡ് കൺട്രോൾ. സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉള്ളത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനാണ്. അവരാണ് ഫോറിൻ കൊളാബറേഷൻസ് ചെയ്യുന്നത്. സോ ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് ആണ് തേർഡ് ചാപ്റ്ററിലുള്ളത്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗവൺമെന്റ് കമ്പനീസ്, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, അതേപോലെ ടേംസ് ആയിട്ടുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോയത്. ഇതിന്ന് മാച്ച് ദ ഫോളോയിങ്സ് എന്തായാലും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇതൊക്കെ നിങ്ങളൊന്ന് കീപ്പ് an eye on that. Okay, thank you.